ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ കുട്ടികളുടെ വാർഡിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന റൂമാണ് കേട്ടോ. പണ്ടത്തെ പോലെയൊന്നല്ല, ഇപ്പം നല്ല സേഫ്റ്റിയാണ് എല്ലാ കാര്യങ്ങൾക്കും. കണ്ടോ, പണ്ടൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ചുമ്മാ തറയിലും താഴത്തൊക്കെ ഇടും പോലെയൊന്നുമല്ല, എല്ലായിടത്തും അലമാരികളും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പാത്രം വയ്ക്കാനും ബാഗ് വയ്ക്കാനും എല്ലാത്തിനും. കസാരകളാണെങ്കിലും നല്ല സ്റ്റീലിൻ്റെ ടേബിള്, ബെഞ്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. അവനവൻ്റെ ഇഷ്ടത്തിന് കഴിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് എണീറ്റ് പോകാം. പിന്നെ അവരെപ്പോഴും നന്നായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഞാനിങ്ങനെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല കെയറിങ്ങാണ്, നല്ല സപ്പോർട്ടാണ്. എന്ത് അസുഖം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ എല്ലാ ടെസ്റ്റും ചെക്കപ്പും എല്ലാം ചെയ്ത് പിള്ളേർക്ക് എന്ത് അസുഖമാണോ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ച് നോക്കിയിട്ട് ഒരു അസുഖത്തിന് മരുന്ന് കൊടുക്കുകയുള്ളൂ. പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ പല നാട്ടിൽ നിന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോഴിക്കോട് നിന്ന് വരെ ഇവിടെ വന്ന് ആൾക്കാർ പിള്ളേരെ ചികിത്സിച്ച് രോഗങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അതുപോലെ മറ്റേ ഇൻഷൂർ കാർഡുള്ളവർക്ക് എല്ലാ കുട്ടികൾക്കും ഫ്രീ ആണ് ചികിത്സ. MRI വരെ എല്ലാം ഫ്രീ ആണ്. ഞങ്ങളുടെ കുട്ടിക്ക് MRI എടുത്തു നിന്ന് സാധനങ്ങൾ വയ്ക്കാനും കിടക്കാനും എല്ലാ ശനിയാഴ്ച ഒരു ക്ലീൻ ചെയ്യും. നമ്മൾ സാധാരണ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോലെ തന്നെ വെള്ളമൊഴിച്ച് കഴുകി കുട്ടികൾക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകർച്ചവ്യാധികളോ അങ്ങനെയൊന്നും ഇല്ലാത്ത രൂപത്തിൽ ബാത്റൂമൊക്കെ എല്ലാ ദിവസവും നന്നായിട്ട് ക്ലീൻ ചെയ്യും. ബാത്റൂം, കുളിയും എല്ലാം അതുപോലെ ചൂടുവെള്ളം പിള്ളേർക്ക് കുളിക്കാനാണെങ്കിലും കുളിപ്പിക്കാനാണെങ്കിലും രാവിലെ 8 മണിക്ക് ഡോക്ടർമാർ വരുന്നതിന് മുമ്പായിട്ട് പിള്ളേരെയും കുളിപ്പിച്ച് അമ്മമാരും കുളിച്ചിരിക്കണം, നിർബന്ധമാണ്. പിന്നെ എല്ലാത്തിനും നല്ല വൃത്തി തന്നെയാണ്. കട്ടിലൊക്കെ ഒരു പേഷ്യൻ്റ് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ബെഡ് അവർ എടുത്ത് മാറ്റി വെച്ച് അത് സാനിറ്റൈസർ ചെയ്ത് ഉപയോഗിച്ച് തുടച്ച് അത് വയ്ക്കുകയാണ് അടുത്ത പേഷ്യൻ്റ് വരുന്നേക്കുമ്പോൾ. പണ്ടത്തെ പോലെയൊന്നും അല്ല, നല്ല ഇതാണ് ഇവിടെ ചികിത്സയും കാര്യങ്ങളെല്ലാം. നമുക്കിവിടെ വന്നിട്ട് എനിക്ക് അങ്ങനെയൊന്നും, സത്യം പറയാലോ, എനിക്ക് എവിടെ ചെന്നാലും അങ്ങനെയൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല എല്ലാം. കാരണം എൻ്റെ ഒരു എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ്. ഇങ്ങനെ അപ്പോൾ എവിടെ ആയാലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വൃത്തി ഇല്ലാത്ത പോലെയൊക്കെ അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മനസ്സിൻ്റെ ആവാം, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു 10-15 ദിവസമായി ഞങ്ങൾ കൊച്ചിൻ്റെ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. രാത്രി കിടക്കാനാണെങ്കിലും അതുപോലെ കുട്ടികൾക്ക് എന്ത് കഴിക്കാനാണെങ്കിലും കുട്ടികളുടെ അടുത്ത് 24 മണിക്കൂറും ഡോക്ടേഴ്സുണ്ട്, സിസ്റ്റർമാരുണ്ട്. എല്ലാ ഡോക്ടർമാരും വന്ന് നോക്കിയിട്ട് ഇരുന്നിട്ട് പോകുമ്പോൾ അല്ല, ഇവിടെ നമ്മുടെ കുട്ടികളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് അവരുടെ റൂമുണ്ട്. അവരെപ്പോഴും ഓടി വന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കും, പിള്ളേരുടെ എല്ലാ വിവരങ്ങളും അന്വേഷിക്കും, പനി നോക്കും, എന്താണ് അവർക്ക് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് പിള്ളേരെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കോട്ടയം ESI. വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൊച്ചിന് പനി കുറഞ്ഞു, അൽഹംദുലില്ലാ. ഇന്ന് MRI എടുത്തിട്ടുണ്ട്. എന്നാലും പനി ഉണ്ട്, ഇല്ലാന്ന് തീർത്ത് പറയാൻ പറ്റുന്നില്ല. എങ്കിലും ഒരുപാട് മാറ്റമുണ്ട്. MRIയിൽ കംപ്ലൈൻ്റ് ഒന്നും